ദേശീയപാതാ നിർമ്മാണത്തിലെ വിവാദങ്ങൾക്കിടെ ഡൽഹിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർണായക ചർച്ച ഇപ്പോൾ തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസും ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയപാതാ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കർക്കശ സമീപനവും മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇടപെടലിനെ കുറിച്ചും തീർച്ചയായിട്ടും ചർച്ച ചെയ്യും. അതുപോലെ തന്നെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമാകുന്ന ഒരു നില ഉണ്ടാകണം. അതിന് സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന കാര്യം ശ്രദ്ധപ്പെടും. പദ്ധതി പൂർത്തീകരിക്കണം. അപ്പോൾ പദ്ധതി പൂർത്തീകരിക്കാൻ എന്തൊക്കെ ചെയ്യാനാകും, എപ്പോൾ പൂർത്തീകരിക്കാനാകും, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൽ ഇനി എന്തൊക്കെ സഹായമാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ചർച്ച ചെയ്യും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേഗം കൂട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കേരള സർക്കാരിനെ സംബന്ധിച്ച്. മറ്റൊന്ന്, വടക്കൻ കേരളത്തിലെ ഈ പാത ഇടിഞ്ഞുണ്ടായ അപകടം, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി മുഖം നഷ്ടമായ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ തുടർ നടപടികൾ എന്നുകൂടി വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ യോഗവും അതിനുശേഷം വരാനിരിക്കുന്ന തീരുമാനങ്ങളും, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തുന്ന കൂടിക്കാഴ്ച എന്നുള്ളത് കേരളത്തിൻ്റെ റോഡ് വികസനം, ഹൈവേ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. ഔപചാരികമായി കൂടിക്കാഴ്ച ഇപ്പോൾ അല്ലെങ്കിൽ ചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കണ്ടിരുന്നു. അതിനുശേഷം മറ്റൊരു പ്രതിനിധി സംഘത്തെ കാണാനായി അദ്ദേഹം ഇപ്പോൾ പോയിരിക്കുകയാണ്. അതിനുശേഷം മടങ്ങിയെത്തി ഉടൻ തന്നെ ചർച്ചകൾ ആരംഭിക്കും. ഈ പ്രധാനമായും ഈ ദേശീയപാത 66 ഉണ്ടായ തകർച്ച, മലപ്പുറം കൂരിയാടുണ്ടായ തകർച്ച തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലം എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു സ്വപ്ന പദ്ധതിയാണ് ദേശീയപാത 66. അതിൻ്റെ നിർമ്മാണ വേളയിലുണ്ടായ ഈ ഒരു തകർച്ച എന്നുള്ളത് വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിച്ഛായയെയും കേന്ദ്രത്തോടൊപ്പം തന്നെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ്. കടുത്ത വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നിരുന്നു. പൊതുജനങ്ങളിൽ നിന്നും വലിയ ആശങ്ക ഉയർന്നിരുന്നു. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ കേന്ദ്ര മന്ത്രിയുടെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും പെടുത്തും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം കേന്ദ്രവുമായി ആശയവിനിമയം നടത്തുകയും കേന്ദ്രം ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഈ നിർമ്മാണ കരാർ ഉണ്ടായിരുന്ന കമ്പനിയെ 1 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്ന നടപടി, ഒപ്പം തന്നെയാണ് ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ടും ഒപ്പം തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടികളും തുടർന്ന് ഈ തകർന്ന ഭാഗത്തിൻ്റെ പുനർനിർമ്മാണം, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അതിൻ്റെ ചെലവും ഈ കമ്പനിയിൽ നിന്നും ഈടാക്കാനുള്ള തീരുമാനവും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം കൈക്കൊണ്ടിരുന്നു. എന്നാൽ ഈ തകർന്ന വിഷയത്തിലുള്ള ഒരു പരിഹാര നടപടി സംസ്ഥാനത്തിന് എന്താണ് ഈ വിഷയത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം എന്നുള്ള കാര്യം ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. പ്രധാനമായും നിലവിലിപ്പോൾ ഈ തകർന്ന ഭാഗത്ത് പാലം നിർമ്മിക്കാനുള്ള ഒരു തീരുമാനം ദേശീയപാത അതോറിറ്റി തന്നെ കൈക്കൊള്ളുകയും അത് അറിയിക്കുകയും ചെയ്തിരുന്നു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലും ഈ ഒരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 2 വിദഗ്ധ സമിതികളാണ് ഈ വിഷയം, അത് ഈ തകർന്ന സംഭവവും ഒപ്പം തന്നെ ദേശീയപാതകളുടെ പൊതുസ്ഥിതികളും പരിശോധിക്കുന്നതിന് മറ്റൊരു 4 വിദഗ്ധ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഒരു സമിതികളുടെ എല്ലാം തന്നെ അഭിപ്രായം എന്നുള്ളത് പാലം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള തകർച്ച ഒഴിവാക്കാനും തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ട മുൻകരുതൽ എന്നീ കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വയ്ക്കും. ഒപ്പം തന്നെയാണ് കേരളത്തിന് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ ദേശീയപാത 66 നിർമ്മാണം പൂർത്തിയാക്കണം എന്ന ഒരു ആഗ്രഹം കേരളത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സ്ഥിതിഗതികൾ, നിർമ്മാണ പുരോഗതി എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. ഇതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കേരളത്തിലെ മറ്റ് ചില ദേശീയപാതകളുമായി സുപ്രധാനമായ മറ്റ് ചില പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പായി മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയപാത 66 നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഒപ്പം തന്നെ നിലവിൽ തകർന്ന സാഹചര്യത്തെ മറികടക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒപ്പം പുതിയ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ഇന്നത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ ദേശീയപാത 66 സമയബന്ധിതമായി പൂർത്തിയാക്കുക, അതിൽ വടക്കൻ കേരളത്തിൽ തകർന്ന ഭാഗത്ത്
ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം ആവശ്യമുണ്ട്. ഇത്തരം കാര്യങ്ങളോടൊപ്പം മറ്റു ചില ദേശീയപാത പദ്ധതികളുടെ കാര്യത്തിലും കേന്ദ്രത്തിൻ്റെ പിന്തുണ കൂടുതൽ വാഗ്ദാനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അറിയിച്ചത്. ചർച്ച ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഡൽഹിയിൽ, അത് പുരോഗമിക്കുകയാണ്. നമ്മൾ വൈകാതെ പ്രധാനപ്പെട്ട വാർത്ത ഡൽഹിയിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്.